എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ആർട്ടിക്കിൾസ് ഇതൊക്കെയാണ്. ഒന്നെന്ന് പറയുന്നത് സുപ്രീം കോർട്ട് എക്സാമിൻ ഇഫ് ഗവർണേഴ്സ് വെയർ സബ്വേർട്ടിംഗ് ഫെഡറലിസം. ഓക്കെ, ഇത് നമ്മുടെ ഫെഡറലിസം GS2 പൊളിറ്റി ഫെഡറലിസം ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസാണ്. എസ്പെഷ്യലി സ്റ്റേറ്റ് ഗവൺമെൻറ് വേഴ്സസ് ഗവർണർ എന്ന് പറയുന്നൊരു വൈഡായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാരണം അങ്ങനെയുള്ള കൺജങ്ഷൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് നമ്മുടെ ഡെമോക്രസിയിലുള്ളൊരു കാര്യമാണ്. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ന്യൂസ് വന്നേക്കുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് റോയൽ ബെറിയൽ മൗണ്ട്സ് ഓഫ് ദ അഹം ഡൈനാസ്റ്റി ഫ്രം ആസാം മേക്ക് ഇറ്റ് ടു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്ന അഹം ഡൈനാസ്റ്റിനെ പറ്റിയാണ്. അത് ആസാമിലുള്ള ഒരു ഡൈനാസ്റ്റിയാണ്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് ഹിസ്റ്ററി ബേസ് ചെയ്തിട്ട് GS1 അങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടില്ലെങ്കിലും ഇതിപ്പോൾ കറണ്ട് അഫയേഴ്സിൽ ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് ചോദിക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ GS1 ഹിസ്റ്ററി കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസാണിത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂസിങ് ചിൽഡ്രൻസ് പേഴ്സണൽ ഡേറ്റ ലീഗലി ആൻഡ് സെക്യൂർലി. ഇത് നമുക്കറിയാം ചൈൽഡ് വെൽഫെയറിനെയൊക്കെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷനെ ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു എഡിറ്റോറിയൽ ആണ്. അപ്പോൾ ഇത് GS2 സോഷ്യൽ ജസ്റ്റിസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. നമുക്കറിയാം വുമൺ എംപവർമെൻറ്റ്, ചൈൽഡ് വെൽഫെയർ, ഇതൊക്കെ UPSCക്ക് വളരെ ഇഷ്ടമുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആഡ് ഓൺ പോയിൻറ്റ്സ് കിട്ടാൻ പറ്റുന്ന ഒരു എഡിറ്റോറിയലാണ് ഈ ഒരു എഡിറ്റോറിയൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ന്യൂസ് നോക്കുമ്പോഴേക്കും ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സുപ്രീം കോർട്ട് എക്സാമിൻ ഇഫ് ഗവർണേഴ്സ് ആർ സബ്വേർട്ടിംഗ് ഫെഡറലിസം. ഓക്കെ, ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഇതാണ്. ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഈസ് സെറ്റ് ടു എക്സാമിൻ എ പെറ്റീഷൻ ബൈ കേരള ഗവൺമെൻറ്. ഇതിൽ ഉള്ള കോൺഫ്ലിക്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ കേരള ഗവൺമെൻറ്റും ഗവർണറുമായിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റ് ആണ്. ഓക്കെ, അപ്പം അലിജിങ് ദാറ്റ് ദ ഗവർണർ ഈസ് ഡിലേയിങ് അസെന്റ് ടു ക്രൂഷ്യൽ ബിൽസ് ആൻഡ് റെഫറിങ് ദം ടു ദ പ്രസിഡന്റ്. Okay, this practice, according to the petition, undermines the legislative autonomy of the state, raising significant questions about federalism and the role of governors in the state polity. ഓക്കെ, അപ്പം നമ്മൾ ഇതിനകത്ത് നോക്കാൻ പോകുന്ന എന്താണ് ഫെഡറലിസത്തിൽ ഗവർണറിൻ്റെ റോൾ എന്താണ്, എവിടേക്കാണ് ഇതിൻ്റെ ചാലഞ്ചസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ഇത് നമുക്കറിയാം സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, റിപ്പീറ്റഡ് ആയിട്ട് ന്യൂസിൽ വരുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. ഓക്കെ, എസ്പെഷ്യലി ഓപ്പോസിഷൻ റൂൾ ചെയ്ത അല്ലെങ്കിൽ നോൺ ഗവൺമെൻറ് ആയിട്ടുള്ള പാർട്ടീസ് റൂൾ ചെയ്യുന്ന സ്റ്റേറ്റുകളിൽ ഇതുപോലുള്ള കോൺഫ്ലിക്റ്റുകൾ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. സ്റ്റേറ്റ്സ് മാത്രമല്ല, യൂണിയൻ ടെറിട്ടറീസിൻ്റെ കേസിലും ഇതുപോലെ അവിടുത്തെ സ്റ്റേറ്റിൽ എലക്റ്റഡ് ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലീനെ അല്ലെങ്കിൽ അവരുടെ ഗവൺമെൻറ്റിനെതിരായിട്ട് അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന ബിൽസ് ഗവർണർ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള ടാക്ലിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കോൺഫ്ലിക്റ്റുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ന്യൂസ് ഉള്ളത്. അപ്പം വാട്ട് ഈസ് ഫെഡറലിസം? ഫെഡറലിസം എന്ന് പറയുന്നത് ഇസ് എ സിസ്റ്റം ഇൻ വിച്ച് പവർ ഇസ് ഷെയർഡ് ബിറ്റ്വീൻ എ സെൻട്രൽ അതോറിറ്റി ആൻഡ് സ്മോളർ പൊളിറ്റിക്കൽ യൂണിറ്റ്സ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ USA കേസിൽ നമുക്കറിയാം USA എന്ന് പറയുന്ന ആ ഒരു കൺട്രി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആണ്. അതിൽ ടെക്സസ് ഉണ്ട്, അതുപോലെ തന്നെ കാലിഫോർണിയ ഉണ്ട്. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് സ്റ്റേറ്റുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് USA ഫോം ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റേറ്റിനും അല്ലെങ്കിൽ ഓരോ പ്രൊവിൻസിനും അവരുടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ സച്ച് ആ സ്റ്റേറ്റ്സ് ഓഫ് പ്രൊവിൻസസ് ഈച്ച് ലെവൽ ഓഫ് ഗവൺമെൻറ് ഹാസ് ഇറ്റ്സ് ഓൺ സെറ്റ് ഓഫ് പവേഴ്സ്. ഇപ്പം ഇൻ ദ കേസ് ഓഫ് USA അവിടെ ഓരോ സ്റ്റേറ്റിനും കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും ഫെഡറലിസം കമ്പയർ ചെയ്യുമ്പോൾ USAയും ഇന്ത്യയും കൂടി ഒന്ന് കമ്പയർ ചെയ്യാറുണ്ട്. ഓക്കെ, ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എനേബിളിംഗ് ദം ടു ഓപ്പറേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി വൈൽ സ്റ്റിൽ ബീങ് പാർട്ട് ഓഫ് എ ലാർജർ പൊളിറ്റിക്കൽ ഫ്രെയിംവർക്ക്. In the context of India, federalism aims to balance the need for a strong central government with the autonomy of the states, ensuring that diversity is maintained while promoting national unity. അപ്പം ഇന്ത്യയുടെ കേസിൽ നമുക്കറിയാം നമ്മളൊരു ക്വാസി ഫെഡറൽ സ്റ്റേറ്റ് ആണ്. അതായത് യൂണിയൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, പക്ഷേ സ്റ്റേറ്റ്സിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇൻ ദ എൻഡ് ആരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? പാർലമെൻ്റ് ആണ്, അല്ലേ? പാർലമെൻ്റ് ആണ് എല്ലാ കാര്യങ്ങളും ഫൈനൽ സേ തരുന്നത്. പക്ഷേ സ്റ്റേറ്റ്സിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ US കേസിൽ സ്റ്റേറ്റ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അവർ യൂണിയനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്റ്റേറ്റിനാണ് അല്ലെങ്കിൽ പ്രൊവിൻസസിനാണ് എന്നുകൂടി ആണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റോൾ ഓഫ് ഗവർണർ ഇൻ ഇന്ത്യൻ ഫെഡറലിസം ആണ്. ഇൻ ഇന്ത്യ ദ ഗവർണർ സെർവ്സ് ആസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ഈച്ച് സ്റ്റേറ്റ് ആൻഡ് ആക്ട് ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. അപ്പം ഒരു സ്റ്റേറ്റിൻ്റെ ഹെഡ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത് ഗവർണറാണ്. Within the state, the role of the governor is defined by several constitutional provisions
വിച്ച് ഔട്ട്ലൈൻ ദെയർ പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ കേസിൽ നമുക്കറിയാം സ്റ്റേറ്റിൻ്റെ ഹെഡ് വരുന്നത് ഗവർണറാണ്. അപ്പം ഗവർണറാണ് ആക്ച്വലി ആരെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, സെൻട്രൽ ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ്. അപ്പോൾ ഗവർണറിൻ്റെ പവേഴ്സിനെ ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് ഉണ്ട്. അത് നമ്മൾ നോക്കുക. കാരണം നമുക്ക് പൊളിറ്റി ബേസ് ചെയ്തിട്ട് ഗവർണർ അല്ലെങ്കിൽ ഫെഡറലിസം ഒക്കെ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വരുവാണെങ്കിൽ നമുക്കറിയാം ഒരു പൊളിറ്റി ആൻസർ എഴുതുമ്പോൾ അതിൽ ആർട്ടിക്കിൾസ് മെൻഷൻ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 163 എന്ന് പറയുന്നത് ഗവർണർ ആക്ട്സ് ഓൺ ദ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ലെവഡ് ബൈ ദ ചീഫ് മിനിസ്റ്റർ. The governor can use discretionary powers in certain situations, allowing them to make decisions based on their judgment rather than following set rules. ഓക്കെ, അതായത് എന്താണ്, ഗവർണറിൻ്റെ ഫൈനൽ വേർഡിങ് അല്ലെങ്കിൽ ഓർഡർ അല്ലെങ്കിൽ അവരുടെ ആക്ട്സ് വരുന്നത് ആരുടെ അഡ്വൈസിന് പ്രകാരമാണ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ലെഡ് ബൈ ദ ചീഫ് മിനിസ്റ്റർ. ആ ഒരു സ്റ്റേറ്റിൻ്റെ ചീഫ് മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും പറയുന്ന അനുസരിച്ചാണ് ഗവൺമെൻറ് ആക്ട് ചെയ്യേണ്ടത്. പിന്നെ ഗവർണറിന് ഡിസ്ക്രിപ്ഷണൽ പവേഴ്സ് ഉണ്ട് സർട്ടൺ സിറ്റുവേഷൻസിൽ. അത് അവർക്ക് തന്നെ അവരുടെ ജഡ്ജ്മെൻറ്റിൽ ഡിസ്ക്രിപ്ഷണറി ആയിട്ട് ജഡ്ജ്മെൻറ്റ്സ് എടുക്കാനായിട്ട് പറ്റും. പിന്നെ ആർട്ടിക്കിൾ 164 ആണ് ഗവർണർ അപ്പോയിൻറ്റ്സ് ദ ചീഫ് മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ് ഓൺ ദ അഡ്വൈസ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ. അപ്പോൾ ഗവർണറാണ് ചീഫ് മിനിസ്റ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തത്. പിന്നെ ഒരു സ്റ്റേറ്റിൻ്റെ മിനിസ്റ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ്. ദീസ് മിനിസ്റ്റേഴ്സ് സെർവ് അറ്റ് ദ പ്ലഷർ ഓഫ് ദ ഗവർണർ. അപ്പോൾ നമുക്ക് ക്യാബിനറ്റ് മിനിസ്റ്റർ അല്ലെങ്കിൽ പാർലമെൻറ്റിൽ മിനിസ്റ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഹി ഓർ ഷീ സെർവ്സ് അറ്റ് ദ പ്ലഷർ ഓഫ് ദ പ്രസിഡൻ്റ് ആണ്. ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ കേസിൽ പ്ലഷർ ഓഫ് ദ ഗവർണർ ആണെന്നും കൂടി ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 174 നമ്മൾ നോക്കുവാണെങ്കിൽ ഗവർണർ ക്യാൻ സമൺ ഓർ പ്രൊറോഗ് സെഷൻസ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് ഡിസോൾവ് ദ അസംബ്ലി. But decisions are typically made based on the advice of the Council of Ministers, provided they have the support of the Assembly. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമുക്കറിയാം ഗവർണറിനാണ് ഒരു സെഷൻ സമൺ ചെയ്യാനും പ്രൊറോഗ് ചെയ്യാനായിട്ട് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീനെ ഡിസോൾവ് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്നത് ഗവർണറിനാണ്. പക്ഷേ ഈ ഡിസിഷൻസ് ഒക്കെ എന്താണ്, ആ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ തീരുമാനങ്ങൾ ബേസ് ചെയ്തിട്ടായിരിക്കണം ഗവർണർ എടുക്കേണ്ടതെന്നും കൂടി ഓർത്തിരിക്കുക. പിന്നെ ആർട്ടിക്കിൾ 200 ആണ്. അപ്പോൾ വെൻ എ ബിൽ ഈസ് പാസ്ഡ് ബൈ ദ അസംബ്ലി ഗവർണർ ഹാസ് 4 ഓപ്ഷൻസ്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് അസെൻറ്റ് ഓഫ് ദ ബില്ല് അക്സെപ്റ്റ് ചെയ്യുക, പിന്നെ വിത്ത്ഹോൾഡ് ചെയ്യുക, പിന്നെ റിസർവ് ദ ബിൽ ഫോർ പ്രസിഡൻറ്റിൻ്റെ കൺസിഡറേഷന് വേണ്ടിയിട്ട് റിസർവ് ചെയ്യുക, പിന്നെ റിട്ടേൺ ഓഫ് ദ ബിൽ ഫോർ ദ ലെജിസ്ലേച്ചർ ഫോർ റീകൺസിഡറേഷൻ. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്കൊരു ഹോംവർക്ക് ഉണ്ട്. ഇതിന് ഹോംവർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഗവർണറിൻ്റെയും പ്രസിഡൻറ്റിൻ്റെയും പവേഴ്സിലുള്ള ഡിഫറൻസ് നിങ്ങളൊന്ന് നോക്കി വെക്കാം. ഓക്കെ, ചാലഞ്ചസ് ആൻഡ് ക്രിറ്റിസിസം റിലേറ്റഡ് ടു ദ റോൾ ഓഫ് ദ ഗവർണർ നോക്കുവാണെങ്കിൽ സെവറൽ ചാലഞ്ചസ് ഉണ്ട്. ഒന്ന് ന്യൂട്രാലിറ്റിയാണ്. ഗവർണേഴ്സ് അപ്പോയിൻറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ആർ ഓഫൺ അക്യൂസ്ഡ് ഓഫ് ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടീനെ. ഇപ്പോൾ നമുക്കറിയാം ഒരു സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു പാർട്ടിയാണ്, അതേസമയം സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത് വേറൊരു റൈവൽ പാർട്ടി ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് റൂൾ ചെയ്യുന്ന പാർട്ടിക്ക് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ നല്ല രീതിയിൽ ഉപദ്രവിക്കാനായിട്ട് പറ്റും. ഓക്കെ, യൂസിങ് ഗവർണർ. ഓക്കെ, അതാണ് ന്യൂട്രാലിറ്റിനെ കുറിച്ച് പറയുന്നത്. ബയസ്ഡ് ആയിട്ട് ഗവർണറിന് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ മിസ്യൂസ് ഓഫ് ഡിസ്ക്രിഷൻ. അപ്പോൾ ഗവർണേഴ്സ് ക്യാൻ റെക്കമെൻഡ് ദ ഇമ്പോസിഷൻ ഓഫ് പ്രസിഡൻസ് റൂൾ അണ്ടർ ആർട്ടിക്കിൾ 356 വിച്ച് ഹാസ് ബീൻ മിസ്യൂസ്ഡ് ഓവർ 120 times since 1950. ഇപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊരു ഡേറ്റ പോയിൻ്റ് ആണ്. അപ്പം ഗവർണറിൻ്റെ മിസ്യൂസ് ഓഫ് അതോറിറ്റീനെ കുറിച്ച് ചോദ്യം ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡേറ്റ കോട്ട് ചെയ്യാം. കാരണം ആർട്ടിക്കിൾ 356 120 times ആണ് ഒരു ഗവർണർ യൂസ് ചെയ്തേക്കുന്നത്, മിസ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പം അത് സിൻസ് 1950 ആണ്. അപ്പോൾ ഇൻ ഷംഷേർ സിംഗ് കേസ് ഇൻ 1974 the Supreme Court emphasized that the governor should not misuse their powers by withholding assent or returning bills and should not ignore the advice of the state cabinet. The constitution does not set a time limit for the governors to give assent to bills leading to potential delays. അപ്പോൾ നമുക്കറിയാം വീറ്റോ പവേഴ്സ് അറിയാം അല്ലേ. അപ്പം വീറ്റോ പവേഴ്സിൻ്റെ കേസിൽ ഗവർണറിൻ്റെയും പ്രസിഡൻറ്റിൻ്റെയും വീറ്റോ പവേഴ്സിൽ ആർക്കാണ് കൂടുതൽ പവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവർണറിനാണ് കുറച്ചുകൂടെ പവർ ഉള്ളത്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പം ഒരു ടൈം പറയുന്നില്ല, എന്നത്തേക്ക് അസെൻറ്റ് കൊടുക്കണമെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ ഒരു ന്യൂസ് വരാൻ കാരണം അത് തന്നെയാണ്. കേരള ഗവൺമെൻറ് ബില്ല് അസംബ്ലി പാസ്സാക്കിയിട്ട് ഗവർണറിൻ്റെ അസെൻറ്റ് പോകുമ്പോഴേക്കും ഗവർണർ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്? ഒന്നെന്ന് പറയുന്നത് സർക്കാരിയ കമ്മീഷൻ്റെ റെക്കമെൻഡേഷനാണ്. അപ്പോൾ പ്രസിഡന്റ് ഷുഡ് അപ്പോയിൻറ്റ് നോൺ പൊളിറ്റിക്കൽ പേഴ്സൺ ആസ് ഗവർണേഴ്സ്. അപ്പോൾ നമുക്കറിയാം മിക്ക കേസിലും
ഗവർണേഴ്സ് ആകുന്നത് ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടി, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി ഏതാണോ ആ പൊളിറ്റിക്കൽ പാർട്ടിയിൽ പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെയാണ് ഇവർ ഗവർണർ ആക്കി വെക്കുന്നത്. അപ്പം പെർട്ടിക്കുലറായിട്ട് ഡിപ്ലോമാറ്റ്സോ അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നുമല്ല ഗവർണർ ആക്കുന്നത്. അപ്പോൾ ഗവർണറിനുള്ള ക്വാളിഫിക്കേഷൻസ് ഡിഫൈൻഡ് അല്ല. ഓക്കെ, ചീഫ് മിനിസ്റ്റേഴ്സ് ഷുഡ് ബി കൺസൾട്ടഡ് ബിഫോർ അപ്പോയിൻറ്റിംഗ് ഗവർണേഴ്സ്. ഗവർണേഴ്സ് ഷുഡ് ഡിസൈഡ് ഓൺ ബിൽസ് ബേസ്ഡ് ഓൺ അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. Discretion should be used only in the rarest cases. If the president withholds assent, reasons must be communicated to the if the governor withholds assent, reasons must be communicated to the state government. പൂഞ്ചി കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗവർണർ ഷുഡ് ഡിസൈഡ് ഓൺ ബിൽസ് വിത്തിൻ 6 months എന്നാക്കണമായിരുന്നു. ഇതൊക്കെ റെക്കമെൻഡേഷൻസ് ആണ്, ഇതൊക്കെ ഇംപ്ലിമെൻ്റ് ആയിട്ടില്ല, പക്ഷേ ഇതൊക്കെ റെക്കമെൻഡേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ റൈറ്റിങ്ങിൽ സർക്കാരിയ കമ്മീഷൻ്റെയും പുഞ്ചി കമ്മീഷൻ്റെയും ഒബ്സർവേഷൻസ് ഹൈലൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ വേ ഫോർവേഡ് ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഗവർണർ ഷുഡ് ബി റിമൂവ്ഡ് ത്രൂ ഇംപീച്ച്മെൻറ്റ് ബൈ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ്, ഇപ്പോൾ നമുക്ക് ഗവർണറിനെ റിമൂവ് ചെയ്യാനായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനൊന്നും പറ്റത്തില്ല. ഓക്കെ, ആ കാര്യങ്ങൾ എന്താണ്, അതൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവരണം എന്നാണ് ഈ 2 കമ്മീഷൻസും റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൺക്ലൂഷൻ പറയുവാണ്, ഗവർണർ ഷുഡ് ആക്ട് ആസ് എ ഫ്രണ്ട് ഫിലോസഫർ ആൻഡ് ഗൈഡ് ഫോർ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, ബാലൻസിങ് ദ ഫെഡറൽ സ്ട്രക്ചർ ഓഫ് ദ ഇന്ത്യൻ പൊളിറ്റി ബൈ അഡ്ഹറിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആൻഡ് അലൗവിംഗ് ദ റെക്കമെൻഡേഷൻസ് ഓഫ് വേരിയസ് കമ്മീഷൻസ്. ഗവർണേഴ്സ് can ensure that their role supports both state autonomy and national unity, maintaining the delicate balance inherent in the India's federal system. ഓക്കെ, അതൊരു ബേസിക് ആയിട്ടുള്ളൊരു കൺക്ലൂഷൻ ഞാൻ കൊടുത്താണ്, നിങ്ങൾക്കത് ഹൈലൈറ്റ് ചെയ്യാം. അപ്പം ഫെഡറൽ സിസ്റ്റം അല്ലെങ്കിൽ ഗവർണർ സ്റ്റേറ്റ് കോൺഫ്ലിക്റ്റിങ്ങിനെ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത്ര ഒരു ബേസിക് ആയിട്ടുള്ള കൺക്ലൂഷൻ എങ്കിലും നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റണം. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് റോയൽ ബെറിയൽ മൗണ്ട്സ് ഓഫ് ദ അഹം ഡൈനസ്റ്റി ഫ്രം ആസാം മേക്സ് ഇറ്റ് ടു ദ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റാണ്. അപ്പം അഹം ഡൈനാസ്റ്റീനെ ബെറി ചെയ്യുന്ന, ഇപ്പം ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതുപോലുള്ള ഹില്ലുകളാണ്. ഈ ഹില്ലുകളുടെ മുകളിൽ ഒരു സ്ട്രക്ചർ പണിതിട്ടുണ്ടാകും. അതാണ് ആക്ച്വലി ബെറിയൽ മൗണ്ട്സ്, ഒരു പിരമിഡ് സ്ട്രക്ചർ പോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ബെറിയൽ മൗണ്ട്സ് ആസാമിലാണ് കാണപ്പെടുന്നത്. അതിനെ യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഈ ഒരു ന്യൂസ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ചരിഡിയോ മൈതാൻസ്, the royal burial mounds of the Assam Ahom dynasty in Assam have been inscribed in the UNESCO World Heritage List. അപ്പോൾ this is significant recognition marks the 43rd property from India to be included in the prestigious list. ഓക്കെ, അപ്പം കൾച്ചറൽ സിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് കോഴിക്കോടൊക്കെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു, ഈ കറണ്ട് അഫയേഴ്സിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് അപ്പോൾ അതുപോലെ തന്നെ യുനെസ്കോയുടെ ഹെറിറ്റേജ് ലിസ്റ്റിൽ അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ, അതായത് ചാരിഡിയോ മൈതാൻസ് എന്താണ് ഈ ഒരു യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അഹം ഡൈനാസ്റ്റീനെ പറ്റിയാണ് നമ്മൾ കൂടുതൽ നോക്കുന്നത്. അപ്പോൾ സിഗ്നിഫിക്കൻസ് ഓഫ് ചാരിഡിയോ മൈതാൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ചാരിഡിയോ മൈതാൻസ് ആർ എ യുണീക് 700-year-old മൗണ്ട് ബെറിയൽ സിസ്റ്റം ഓഫ് അഹം ഡൈനാസ്റ്റി, ഓഫൻ കമ്പയർഡ് ടു ദ പിരമിഡ്സ് ഓഫ് ഈജിപ്റ്റ്. These earthen burial mounds are the final resting place of Aham royals. അപ്പോൾ അഹം റോയൽസിലെ, അപ്പം അഹമ്മിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വോറിയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇത് സ്ഥാപിച്ച കിങ്ങിൻ്റെ പേര്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ അതൊക്കെ നോക്കും. ഓക്കെ, ദേ റെപ്രസെൻറ്റ് എ ബ്ലെൻഡ് ഓഫ് അഹം ആൻഡ് ഹിന്ദു ട്രഡീഷൻസ് ഓഫ് ക്രിമേഷൻ ആൻഡ് ബെറിയൽ പ്രാക്ടീസസ്. അപ്പോൾ യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റിൻ്റെ റെക്കഗ്നേഷൻ വരുമ്പോഴേക്കും ഗ്രാൻഡഡ് ആസ് ദ 46th സെഷൻ ഓഫ് ദ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി. അപ്പോൾ ഈ മൈതാൻസ്, ചാരിഡിയോ മൈതാൻസ് ആർ ദ ഫസ്റ്റ് സൈറ്റ് ഫ്രം ദ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ടു ബി റെക്കഗ്നൈസ്ഡ് ആസ് ഇൻ ദ കൾച്ചറൽ കാറ്റഗറി. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേക്കും നമുക്കറിയാം, ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോഴേക്കും ആ ഒരു ലൊക്കേഷനിൽ ടൂറിസം ബിൽഡ് ചെയ്യും. അതുപോലെ തന്നെ അപ്പം ആ ഒരു സിറ്റി അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷൻ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് ഗവൺമെൻറ് എടുക്കും. അപ്പോൾ നമ്മൾ ഈ അഹം ഡൈനാസ്റ്റിയിൽ അതിൻ്റെ ഒറിജിന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ചലോങ് സുക്കാപ്പ എന്ന് പറയുന്ന ആളാണ്, അല്ലെങ്കിൽ ആ ഒരു കിങ് ആണ് ഇതിൻ്റെ ഫൗണ്ടർ. അപ്പം സുക്കാപ്പ ലെഫ്റ്റ് മുലാങ്, പ്രസൻറ്റ് മ്യാൻമാർ, ഇൻ 1215 AD with 8 nobles and a group of people. After 20-year-old journey, he settled in Charidio in Upper Assam. അപ്പോൾ അവിടെയാണ് ഫസ്റ്റ് പ്രിൻസിപ്പാലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അഹം ഡൈനാസ്റ്റിയുടെ ഫസ്റ്റ് എക്സ്പാൻഷൻ മാർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പം സുഖപാസ് ലീഡർഷിപ്പ് ആൻഡ് വിഷൻ ലീഡ് ടു ദ ഗ്രൗണ്ട് വർക്ക് ഓഫ് എ കിങ്ഡം ദാറ്റ് വുഡ് ഡോമിനേറ്റ് ആസാം അണ്ടിൽ ദ ബ്രിട്ടീഷ് അനക്സേഷൻ ഇൻ 1826. അപ്പോൾ ഇവരുടെ ഒരു റൂളിംഗ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ അവരുടെ സൊസൈറ്റി എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അഹംസ് റീപ്ലേസ് ദ എക്സിസ്റ്റിംഗ് പൊളിറ്റിക്കൽ സിസ്റ്റം ഓഫ്
ബുഹിയൻസ് എന്ന് പറയുന്ന ലാൻഡ് ലോഡ്സ് ആയിരുന്നു ആസാമിനെ നേരത്തെ കൺട്രോൾ ചെയ്തത്. പിന്നെ അവരെ മാറ്റിയിട്ടാണ് അഹംസ് വരുന്നത്. അപ്പോൾ അഹം സ്റ്റേറ്റ് റിലൈഡ് ഓൺ ഫോഴ്സ്ഡ് ലേബർ. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പോൾ ഇത് മിക്ക മോഡൽ എക്സാംസിനും അതുപോലെ തന്നെ UPSC PYQസിലും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അഹംസ് ഫോഴ്സ്ഡ് ലേബർ യൂസ് ചെയ്തിട്ടാണ് അവർ അവരുടെ സ്ട്രക്ചേഴ്സ് ആണെങ്കിലും അവരുടെ ഗവർണൻസ് സ്ട്രക്ചർ ആണെങ്കിലും അവർ കൊണ്ടുവന്നത്. അപ്പോൾ വിത്ത് വർക്കേഴ്സ് നോൺ ആസ് പൈക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോഴ്സ്ഡ് ലേബേഴ്സ് തന്നെയാണ് ഇവരുടെ സോൾജേഴ്സ് ആയിട്ട് ആക്ട് ചെയ്ത കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. അഹം സൊസൈറ്റി വാസ് ഓർഗനൈസ്ഡ് ഇൻ ടു ക്ലാൻസ് ഓർ കീൽസ്, ഈച്ച് കൺട്രോളിങ് സെവറൽ വില്ലേജസ്. അപ്പോൾ കൾച്ചറൽ അസിമിലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അഹംസ് വർഷിപ്ഡ് their tribal gods but adopted Hinduism and Assamese language. But they respected the local customs and did not impose their language or rituals on the existing communities. അപ്പോൾ intermarriage between Aham men and local women facilitated cultural assimilation. അപ്പം സൊസൈറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അഹം സൊസൈറ്റി വാസ് അഡ്വാൻസ്ഡ് വിത്ത് പോയറ്റ്സ് ആൻഡ് സ്കോളേഴ്സ് റിസീവിങ് ലാൻഡ് ഗ്രാൻഡ്സ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് സാൻസ്ക്രിറ്റ് വർക്ക്സുകൾ എന്താണ് ആസാമിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത ടൈമും കൂടി അതാണ്. അപ്പം ആ ഒരു ടൈമിൽ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് നോക്കുകയാണെങ്കിൽ ബുറാഞ്ചീസ് അതാണ് ഫസ്റ്റ് റിട്ടേൺ ഇൻ അഹം ലാംഗ്വേജ് ആൻഡ് ലേറ്റർ ഇൻ ആസാമീസ്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ കൾച്ചറൽ ലെഗസിയാണ്. അതായത് അഹം ഡൈനാസ്റ്റി എന്ന് പറയുന്നത് നമുക്കറിയാം അവർ ഈ ലോക്കൽ കൾച്ചറിനെ അവർ എൻഡ്രോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദുയിസം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആസാമീസ് കൾച്ചറിന് റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ കോൺട്രിബ്യൂട്ടും ചെയ്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ അഹംസ് മെയിൻറ്റെയിൻ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ത്രൂ ദെയർ ഓർഗനൈസ്ഡ് ക്ലാൻ സിസ്റ്റം ആൻഡ് ഫോഴ്സ്ഡ് ലേബർ എക്കണോമി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോഴ്സ്ഡ് ലേബർ എക്കണോമി പ്രാക്ടീസ് ചെയ്ത ഒരു ഡൈനാസ്റ്റി അല്ലെങ്കിൽ ഒരു കിങ്ഡം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഹം ഡൈനാസ്റ്റി ആണെന്നും കൂടി ഓർത്തിക്കുക. ഇവർ തന്നെയായിരുന്നു ഇവരുടെ ഈ ഒരു ഫോഴ്സ്ഡ് ലേബർ മെക്കാനിസം തന്നെയായിരുന്നു ഇവരുടെ മിലിറ്ററിയിലും ഇവർ ഫോളോ ചെയ്തത്. ഓക്കെ, അപ്പോൾ മിക്ക കേസിലും ഇപ്പം വാറൊക്കെ നടക്കുവാണെങ്കിൽ ഈ ഫാമേഴ്സ് അല്ലെങ്കിൽ വർക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരുടെ സോൾജേഴ്സ് ആയിട്ട് വന്നതെന്നും കൂടി ഓർത്തിരിക്കുക. അതാണ് വൺ ഓഫ് ദ റീസൺ ഫോർ ദെയർ ഫെയിലിയർ. അല്ലെങ്കിൽ ബ്രിട്ടീഷ് അത് അനക്സ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം കൂടി അതാണ് പറയുന്നത്. അപ്പോൾ കൺക്ലൂഷൻ എന്ന് പറയുമ്പോഴേക്കും അപ്പം ചോലങ് സക്ബുത്ത ആണ് ഇത് ഫൗണ്ട് ചെയ്ത ആൾ. അപ്പം എന്താണ് ആസാമീസ് കൾച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഡൈനാസ്റ്റിയാണ് അഹം ഡൈനാസ്റ്റി. അപ്പോൾ ആസാമീസ് കൾച്ചറിൻ്റെ ഗ്രോത്തിന് പാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ ത്രൂ ദെയർ സഫിസ്റ്റിക്കേറ്റഡ് ഗവർണൻസ്, കൾച്ചറൽ അസിമിലേഷൻ ആൻഡ് റെസ്പെക്ട് ഫോർ ലോക്കൽ ട്രഡീഷൻ, അഹംസ് ക്രിയേറ്റഡ് എ യുണീക്ക് ആൻഡ് എൻഡ്യൂറിംഗ് സ്റ്റേറ്റ് ദാറ്റ് സ്റ്റുഡ് ഫോർ ദ ടെസ്റ്റ് ഓഫ് ടൈം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ന്യൂസ് നമ്മൾ എഡിറ്റോറിയലുള്ളൊരു ന്യൂസാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഇത് ചൈൽഡ് വെൽഫെയറിനെ ബേസ് ചെയ്തിട്ട് ഉള്ളൊരു ന്യൂസാണ്. ഇത് UPSCക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ UPSCക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കാണ് ചൈൽഡ് വെൽഫെയർ അല്ലെങ്കിൽ വുമൺ എംപവർമെൻ്റ് ഒക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഇൻ ദ വേൾഡ്, എൻകോമ്പസിങ് അപ്രോക്സിമേറ്റ്ലി 15 lakh സ്റ്റുഡൻസ്. എക്സ്പാൻസീവ് ആണ് കേട്ടോ. 15 lakh സ്കൂൾസ് ഉണ്ട്, 97 lakh ടീച്ചേഴ്സ് ഉണ്ട്, ആൻഡ് നിയർലി 26.5 crore സ്റ്റുഡൻസ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. അപ്പം ഇവരുടെ ഈ ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള എക്കണോമിക് പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ കൾച്ചറൽ പെർസ്പെക്റ്റീവിലുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രൈവസി അല്ലെങ്കിൽ പ്രൈവസീനെ വയലേറ്റ് ചെയ്യാത്ത രീതിയിൽ അവർക്ക് എങ്ങനെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എഡിറ്റോറിയൽ നോക്കുന്നത്. അപ്പോൾ ഡേറ്റ കളക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടു മാനേജ് ദ വാസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം എഫക്റ്റീവ്ലി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ദ യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ്. അപ്പോൾ ഇത് 2018 തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് UDISC പ്ലസ് എന്ന് പറയും. അപ്പോൾ ഇതൊരു എന്താണ് ഈ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് അതുപോലെ തന്നെ ടീച്ചേഴ്സ് അവരുടെ എൻറോൾമെൻറ്റ്, അക്കാഡമിക് പെർഫോമൻസ് ഒക്കെ നോക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ആ പ്ലാറ്റ്ഫോം എയിംസ് ടു ക്യൂറേറ്റ് ഔട്ട്കം ബേസ്ഡ് ഓൺ പോളിസീസ്. അപ്പോൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഏതൊക്കെ പോളിസീസ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യാം, ഇംപ്രൂവ് റിസോഴ്സ് അലൊക്കേഷൻ, അതായത് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിലെ ഫണ്ടിങ് പാറ്റേൺ അല്ലെങ്കിൽ അവരുടെ മിഡ് ഡേ മീൽ സ്കീം അതെല്ലാം മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് UDISC പ്ലസ്. അപ്പോൾ മാപ്പ് എഡ്യൂക്കേഷണൽ ട്രെൻഡ്സ്, അപ്പം അഡ്മിനിസ്ട്രേഷനും സർവീസ് ഡെലിവറി എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു സിസ്റ്റത്തിലൂടെ പറ്റും. അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 നമ്മൾ നോക്കുകയാണെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP 2020 ഇൻട്രൊഡ്യൂസ് ദ ഓട്ടോമേറ്റഡ് പെർമനൻറ്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രി. ഓക്കെ, അപ്പോൾ ഇത് വന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഈ സ്റ്റുഡൻസിൻ്റെ അഡ്മിഷനും അതുപോലെ തന്നെ അതെല്ലാം കുറച്ചുകൂടെ
ഫാസ്റ്റ് ആക്കി. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് കുറയ്ക്കാനായിട്ട് ഈ ഒരു സിസ്റ്റത്തിന് പറ്റി. അപ്പോൾ എൻഹാൻസ്ഡ് ഓപ്പർച്യൂണിറ്റി കണ്ടിന്യൂയിങ് സ്റ്റുഡൻസിന് എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ. അപ്പോൾ നമുക്കറിയാം റൂറൽ ഏരിയാസിലൊക്കെ ആൾക്കാർ മിക്കവരും സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിലും അവർ ലേബറേഴ്സ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ലേബേഴ്സ് ആയിരിക്കും. അപ്പോൾ അവരെ സ്റ്റഡീസിൽ നിന്ന് മാറ്റിയിട്ട് അവരെ ഫീൽഡിൽ വർക്ക് ചെയ്യിപ്പിക്കുന്നതായിരിക്കും ചിലപ്പോൾ പേരൻസിന് ഇഷ്ടം. പക്ഷേ അപ്പം കൂടുതൽ സഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അഡ്മിഷൻ പാറ്റേൺ ഒക്കെ കൊണ്ടുവരുവാണെങ്കിൽ അവർക്ക് എന്ത് പറ്റും, ഈ പേരൻസിന് ഇവരെ പഠിപ്പിക്കാനായിട്ട് തോന്നത്തില്ല. അതേസമയം കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് കുറച്ചുകൂടെ സിമ്പിൾ വേയിലാണ് ഇവരുടെ അഡ്മിഷൻ പ്രൊസീജിയർ എന്നെങ്കിൽ ഇവർക്ക് അവരെ എൻറോൾ ചെയ്യിപ്പിക്കാനും ഇവരെ പഠിപ്പിക്കാനായിട്ടും, അപ്പോൾ അതുപോലെ തന്നെ ഈ മിഡ് ഡേ മീൽ സ്കീമൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഭക്ഷണം കൂടി കിട്ടുന്നതുകൊണ്ട് അവരവിടെ നിൽക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം 8 കമ്പനീസുമായിട്ടുള്ള കൊളാബറേഷൻ നോക്കുവാണെങ്കിൽ എൻറ്റിറ്റീസ് ലൈക്ക് ഡിജിലോക്കർ ആൻഡ് ദ 8 കമ്പനീസ് കൊളാബറേറ്റ് വിത്ത് state governments forming integral parts of the modern education system. The interlinking of UDISC plus and APAR exposes students' data with these actors. The Education Ministry formulated അപ്പോൾ ഒരു ഡേറ്റ ഷെയറിംഗ് പോളിസി. അപ്പോൾ നമുക്കറിയാം നമുക്ക് ഡേറ്റ പ്രൈവസി എന്ന് പറയുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഡേറ്റ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് 8 കമ്പനീസൊക്കെ ചിലപ്പോൾ മിസ്യൂസ് ചെയ്യാം. നമുക്കറിയാം നമ്മൾ ജസ്റ്റ് ഒരു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്താൽ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കോൾ വരും. അപ്പം ഡേറ്റ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഉള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ പ്രൈവസി ആൻഡ് റെഗുലേറ്ററി ചാലഞ്ചസ് നോക്കുവാണെങ്കിൽ സെവറൽ ചാലഞ്ചസ് അറൈസ് ഇൻ മെയിൻറ്റെയിനിങ് കംപ്ലയൻസ് വിത്ത് ദ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പം അതിൽ മെയിനായിട്ടുള്ള കാര്യങ്ങൾ പേരൻ്റൽ കൺസെൻ്റ് ആണ്. അപ്പം പേരൻ്റൽ കൺസെൻറ്റ് പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പേർപ്പസ് ലിമിറ്റേഷൻ, അപ്പോൾ ഷെയറിങ് ചിൽഡ്രൻസ് ഡേറ്റ ബിയോണ്ട് ദ ഓത്തറൈസ്ഡ് പേർപ്പസ്. അപ്പോൾ നമുക്കറിയാം 8 കമ്പനീസും ഒക്കെ ആയിട്ടാണെങ്കിലും ഡേറ്റ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ റീസണിന് വേണ്ടിയിട്ടാണ് ഇവർ ഷെയർ ചെയ്യുന്നത്. അത് ഈ ഒരു 8 കമ്പനീസിന് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമ്മതിക്കാൻ പാടില്ല. സ്പെസിഫിക് പ്രോട്ടോകോൾസ് എന്ന് പറയുമ്പോൾ ദീസ് ആർ നീഡ് ഫോർ സ്പെസിഫിക് പ്രോട്ടോകോൾ. ദർ ഈസ് എ നീഡ് ഫോർ സ്പെസിഫിക് protocols to manage the exchange of personal data of children, particularly when integrating third parties like DigiLocker. ഓക്കെ, അപ്പോൾ സുപ്രീം കോർട്ടിൻ്റെ 3-part ടെസ്റ്റ് ഫോർ പ്രൈവസി എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ടു പ്രൈവസി റെക്കഗ്നൈസ് ആസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ബൈ KS പുട്ടുസ്വാമി. അപ്പോൾ പുട്ടുസ്വാമി കേസ് നമുക്കറിയാം സ്റ്റേറ്റിൻ്റെ 3 parts ടെസ്റ്റ് ഉണ്ട്. ലെജിറ്റിമേറ്റ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് ആയിരിക്കണം. റെസ്ട്രിക്ഷൻ മസ്റ്റ് സെർവ് ആസ് എ ലെജിറ്റിമേറ്റ് state interest. Necessity and proportionality, the restriction must be necessary and proportionate to achieve the interest. Legal imposition വേണം, അതായത് restriction must be imposed by law. അപ്പോൾ ആധാർ ഇൻ്റഗ്രേഷൻ ഒക്കെ ഡേറ്റ പ്രൈവസീനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഈ കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഡേറ്റ മാനേജ്മെൻറ്റിലെ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ വേ ഫോർവേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് വേണം, SOPs വേണം ഫോർ ടെക്നിക്കൽ ആൻഡ് ലീഗൽ ഗവർണൻസ് to preserve data authenticity and outline legal obligation for stakeholders. German data security protocols എന്ന് പറയുമ്പോൾ establish clear data security, aggregation, third party integrationും retention requirementsും പ്രോപ്പറായിട്ട് കൊടുക്കുക. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. കാരണം ഇതെന്ന് പറയുമ്പോൾ ഡേറ്റ ഷെയർ ചെയ്യണം. ഇപ്പം ഞാനൊരു ഇപ്പം ഡിജിലോക്കർ എന്ന് പറയുമ്പോൾ മിക്കവർക്കും അറിയാം, അത് നമ്മുടെ ആധാർ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അതൊക്കെ സേവ് ചെയ്യുന്ന ഒരു പോർട്ടലാണ്. ഓക്കെ, അതിൽ സ്റ്റുഡൻസിൻ്റെ ഡേറ്റയും കൂടി ഷെയർ ചെയ്യുമ്പോൾ അത് കൈൻഡ് ഓഫ് ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഈ ഡേറ്റ ആൾക്കാർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാമെന്നുള്ളൊരു കൺസേൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയൊക്കെ സേവ് ചെയ്യാം എന്നാണ്, അങ്ങനെ ഒരു ഡേറ്റ ലീക്കിനെ എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാമെന്നാണ് ഇവർ കൂടുതലും പറയുന്നത്. അപ്പോൾ അതിനൊരു പ്രോപ്പർ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഡെവലപ്പ് ചെയ്യുക, ഡേറ്റ സെക്യൂരിറ്റി പ്രോട്ടോകോൾസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ ഗ്രിവൻസ് അപ്പം ഇൻ കേസ് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ അതെങ്ങനെ ആരെ സമീപിച്ചാലാണ് ഇത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നതെന്നും കൂടി നോക്കി വെക്കാം. അപ്പോൾ ഇന്ത്യൻ സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റംസ് എക്സ്പാൻസീവ് നേച്ചർ ഡിമാൻഡ്സ് മെറ്റിക്കുലസ് ഡേറ്റ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്ഹറൻസ് ടു പ്രൈവസി പോളിസി ബൈ അപ്ഡേറ്റിംഗ് പോളിസീസ്, എസ്റ്റാബ്ലിഷിംഗ് ക്ലിയർ പ്രോട്ടോകോൾസ് ആൻഡ് എൻഷുറിംഗ് ഈ ഗ്രിവൻസസ് മെക്കാനിസംസ് പ്രോപ്പർ ആക്കുക. ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ക്യാൻ എൻഹാൻസ് ദ എഫിഷ്യൻസി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ഡേറ്റ മാനേജ്മെൻറ്റ്. ദീസ് മെഷേഴ്സ് വിൽ ഹെൽപ്പ് ടു ക്രിയേറ്റ് കോൺസിക്വൻസ് ആയിട്ടുള്ള അപ്രോച്ച് ഈ ചിൽഡ്രൻ്റെ പേഴ്സണൽ ഡേറ്റേനെ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് കൂടുതലും വന്ന ആർട്ട് ആൻഡ് കൾച്ചർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫെഡറലിസം ബേസ് ചെയ്തിട്ടുള്ള ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ലാസ്റ്റ് ന്യൂസ് മിക്കവർക്കും കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. ഇത് നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി,
ഇത്രയും വലിയ രാജ്യത്ത് ഇത്രയും സ്കൂളുകളും സ്റ്റുഡൻസും പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഡേറ്റ നമുക്കറിയാം, എട്ട് കമ്പനീസ് ഉണ്ട്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സെക്ടറിൽ കുറേ മാനിപ്പുലേഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഡേറ്റ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതാണ് ഈ ലാസ്റ്റ് എഡിറ്റോറിയൽ എന്നും കൂടി ഓർത്തിരിക്കാം. ഓക്കെ, അപ്പം അങ്ങനെ അതിനെ കണ്ടിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, അപ്പം ഈ പ്രാവശ്യത്തെ DNA അനാലിസിസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.